ശങ്കരൻ കോവിൽ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശിയിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ക്ഷേത്രം. 10-ാം നൂറ്റാണ്ടിൽ ഉഗ്രപാണ്ഡ്യനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ശ്രീ ശങ്കരലിംഗം സ്വാമി എന്ന പേരിൽ പരമശിവനും ശ്രീ ഗോമതി അമ്മാൾ എന്ന പേരിൽ പാർവതീദേവിയും അതോടൊപ്പം പാതിശരീരം ശിവന്റെയും പാതിശരീരം വിഷ്ണുവിൻ്റെയും ആയുള്ള ശങ്കരനാരായണ ഭാവത്തിലുള്ള 3 പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ശൈവരും വൈഷ്ണവരും ശത്രുക്കളെ പോലെ കഴിഞ്ഞിരുന്ന കാലത്താണ് ഈ ക്ഷേത്രം എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. ക്ഷേത്രം ഇരുന്നിരുന്ന ഈ സ്ഥലത്ത് പണ്ട് 2 നാഗങ്ങൾ പാർത്തിരുന്നു. നവനാഗങ്ങളിൽ ശങ്കനും പത്മനുമായിരുന്നവർ. ശങ്കൻ ശിവഭഗവാന്റെയും പത്മൻ വിഷ്ണുവിൻ്റെയും ഭക്തനായിരുന്നു. ശിവനാണോ വിഷ്ണുവാണോ ശ്രേഷ്ഠൻ എന്ന കാര്യത്തിൽ ഇവർ തർക്കമായി. 2 പേരും തർക്കം തീർക്കുവാൻ പാർവതീദേവിയെ സമീപിച്ചു. പാർവതീദേവി ശിവനെയും വിഷ്ണുവിനെയും ധ്യാനിച്ച് ഒറ്റക്കാലിൽ നിന്ന് തപസ്സനുഷ്ഠിച്ചു. ദേവിയുടെ മുൻപിൽ ശങ്കരനാരായണനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. വലതുഭാഗത്ത് കയ്യിൽ ഡമരവും പുലിത്തോൽ ധരിച്ചും ജടയിൽ ഗംഗാദേവിയെ വഹിച്ചും രുദ്രാക്ഷം അണിഞ്ഞും തൂവെള്ള നിറത്തിൽ ശിവനായി കാണപ്പെട്ടപ്പോൾ ഇടതുഭാഗത്ത് കയ്യിൽ ശംഖും പീതാംബരം തുളസിമാല മാറിൽ ലക്ഷ്മീദേവിയെയും ധരിച്ചുകൊണ്ട് കൃഷ്ണവർണ്ണത്തിൽ വിഷ്ണുവിനെയും പാർവതീദേവി ദർശിക്കുകയുണ്ടായി. ശങ്കന്റെയും പത്മന്റെയും തർക്കം ഇതോടെ തീരുകയും ചെയ്തു. ഇവർ പാർത്തിരുന്ന ചിൽപുറ്റിൽ തന്നെ ഭഗവാൻ ലിംഗരൂപത്തിൽ സാന്നിധ്യം ചെയ്തു. ഈ പ്രദേശം പുന്നമരങ്ങളാൽ നിറഞ്ഞ കാടായി മാറി. ഇതിനിടെ കുബേരപുത്രനായ മണിഗ്രീവൻ ഒരു ശാപത്താൽ ഭൂമിയിൽ കാട്ടാളനായി പിറക്കേണ്ടി വന്നു. മണിഗ്രീവൻ ഒരിക്കൽ പുന്നമരം ശേഖരിക്കുവാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചിതൽപുറ്റ് തകർക്കപ്പെടുകയും അതിൽ നിന്ന് രക്തപ്രവാഹം ഉണ്ടാവുകയും ചെയ്തു. ഈ വിവരം രാജാവായ ഉഗ്രപാണ്ഡ്യ രാജാവിൻ്റെ അറിയിക്കുകയും തുടർന്ന് രാജാവ് ഇവിടെ വന്ന് ചിതൽപുറ്റ് പൊളിച്ച് മാറ്റുകയും ചെയ്തപ്പോൾ അതിനുള്ളിൽ വിശിഷ്ടമായ ശിവലിംഗം ദർശിക്കുകയും ചെയ്തു. ഇതോടെ മണിഗ്രീവൻ ശാപമോക്ഷം ലഭിച്ചു. തികഞ്ഞ ശിവഭക്തനായ രാജാവ് ഇടയ്ക്കിടയ്ക്ക് മധുരയിലെ സുന്ദരേശ്വര ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. താൻ ഭജിക്കുന്ന സുന്ദരേശ്വരൻ തന്നെയാണ് തൻ്റെ മുൻപിൽ വാൽമീകത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് വിശ്വാസത്താൽ രാജാവ് അവിടെ ക്ഷേത്രം പണിയുകയും ചെയ്തു. പുന്നമരം ഇവിടുത്തെ സ്ഥലവൃക്ഷമായി പൂജിക്കുന്നു. ശ്രീകോവിലിന് ചേർന്നുള്ള ഒരു സ്ഥലത്ത് ഇപ്പോഴും ചിതൽപുറ്റിന്റെ മണ്ണ് ഉയർന്നു വരുന്നത് കാണാം. ഈ മണ്ണ് മാറാരോഗങ്ങൾക്ക് ദിവ്യ ഔഷധമായി വിശ്വസിക്കുന്നു. കിഴക്ക് ദർശനമായുള്ള ക്ഷേത്രത്തിന് വലിയ രാജഗോപുരമുണ്ട്. അതിന് ചേർന്ന് വലിയ ക്ഷേത്രക്കുളവും കാണാം. നാഗശുണ്ണൈ തീർത്ഥം എന്നാണ് ഇതിന് പേര്. കരിങ്കല്ലാൽ കൊത്തിയെടുത്ത ധാരാളം ശില്പങ്ങളോടുകൂടിയ തൂണുകളും ഇവിടെയുണ്ട്. വിശ്വകർമ്മജർ ധാരാളമായി ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ ലക്ഷണമാണ് ഈ കൊത്തുപണികൾ. ഗോപുരത്തിൽ മരം കൊണ്ടുള്ള വലിയ വാതിലുണ്ട്. കൂടാതെ വർഷത്തിൽ 2 പ്രാവശ്യം സൂര്യഭഗവാൻ നേരിട്ട് തൻ്റെ രശ്മികൾ കൊണ്ട് ശിവഭഗവാനെ നമസ്കരിക്കുവാൻ എഴുന്നള്ളാറുണ്ട്. അതായത് മാർച്ച് 21, 22, 23 തീയതികളിലും സെപ്റ്റംബർ 21, 22, 23 തീയതികളിലും സൂര്യരശ്മികൾ ഒരു നേർരേഖയിൽ സഞ്ചരിച്ച് ശിവലിംഗത്തിൽ പതിക്കുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അന്ന് ജീവിച്ചിരുന്ന വിശ്വകർമ്മജരുടെ കഴിവ് എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാം.
ശങ്കരൻകോവിലിലെ വിശ്വകർമ്മജരാണ് കേരളത്തിലെ ആറന്മുളയിൽ ക്ഷേത്രത്തിരുപ്പണികൾക്കായി കുടിയേറി പാർത്തതെന്നും അവരുടെ കൈകളിൽ നിന്നാണ് പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി ഉത്ഭവിച്ചത് എന്നുള്ളതും ഒരു ചരിത്രം. വേറെ ഒരു പ്രത്യേകത പാമ്പാട്ടി സിദ്ധരുടെ സമാധി ഈ ക്ഷേത്രത്തിന് തൊട്ടുപിറകിലാണെന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ 18 സിദ്ധന്മാരിൽ ഒരാളാണ് പാമ്പാട്ടി സിദ്ധർ. മലയാളിയായ ശ്രീ ശിവപ്രഭാകർ യോഗി പാമ്പാട്ടി സിദ്ധരുടെ പുനരവതാരമായി കണക്കാക്കുന്നു. ശങ്കരനാരായണ സന്നിധിയിൽ ഒരു സ്ഫടികലിംഗം എഴുന്നള്ളിച്ച് അഭിഷേകം, ആരതി ഇവ ദിവസേന നടത്താറുണ്ട്. രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ പൂജ ആരംഭിക്കുന്നത്. ഈ സമയത്തു മാത്രമേ അപൂർവമായ സ്ഫടികലിംഗം ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഗോമതിയമ്മാൾ സന്നിധിയിൽ ഒരു ശ്രീചക്രമുണ്ട്. ആജ്ഞാചക്രം എന്നാണ് ഇതിന് പേര്. ഈ സന്നിധിയിൽ എത്തുന്നതോടെ മാനസിക വിഭ്രാന്തി അനുഭവിക്കുന്നവർക്ക് ശമനം ലഭിക്കുന്നു. പാർവതീദേവി ഒറ്റക്കാലിൽ നടത്തിയ തപസ് ആടി തപസ് എന്ന പേരിൽ ഇപ്പോഴും കൊണ്ടാടുന്നു. കൂടാതെ ശിവരാത്രിയും വിശേഷത്തോടെ ആഘോഷിക്കുന്നു. യദുകുല കാമ്പോജി രാഗത്തിലുള്ള ഗോമതി തായേ എന്ന കീർത്തനം ഇവിടുത്തെ ദേവിയെ സ്തുതിച്ചതാണ്. ശ്രീ പാപനാശം ശിവൻ രചിച്ചിരിക്കുന്നത്. തെങ്കാശി മധുര റൂട്ടിൽ ശങ്കരൻകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ക്ഷേത്രത്തിലെത്താം. 1.5 കിലോമീറ്റർ ദൂരമേ ക്ഷേത്രത്തിലെത്താനുള്ളൂ. താമസിക്കുവാൻ അത്യാവശ്യം ലോഡ്ജുകളും ഭക്ഷണത്തിന് സൗകര്യമുണ്ട്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.